ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് നദാപ്രദ, H5N2, UNFCCC, സ്റ്റാർഷിപ്പ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് സുഡാൻ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നദാപ്രദയെക്കുറിച്ചാണ്. ഈ നദാപ്രദ എന്ന് പറയുന്ന പ്രാക്ടീസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 6 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ രാജസ്ഥാന്, അതുപോലെ ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് പോലുള്ള സ്റ്റേറ്റുകളിൽ ഈ ഭിൽസ് എന്ന് പറയുന്ന നമ്മുടെ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിലുള്ള ചില വിഭാഗങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ നദാപ്രദ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു കസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു കസ്റ്റം ഒരുപാട് കാലങ്ങളായിട്ട് അവിടെ ഉള്ളതാണെങ്കിലും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇത് വലിയ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടുകയും ഈ പണം കൊടുത്ത് സ്ത്രീകളെ പർച്ചേസ് ചെയ്യുന്ന രീതിയിലൊരു കാര്യമായിട്ട് ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില മരണങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളോട്, അതായത് ഈ പ്രാക്ടീസ് ഇപ്പോഴും നിലവിലുള്ള ഈ സംസ്ഥാനങ്ങളോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അവർക്കൊരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഈ നദാപ്രദ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളായിട്ടുള്ള രാജസ്ഥാന്, മധ്യപ്രദേശ്, ഗുജറാത്ത്, അതുപോലെ തന്നെ ഉത്തർപ്രദേശ് എന്നീ സ്റ്റേറ്റുകളിലുള്ള ഒരു സോഷ്യൽ കസ്റ്റമാണ്, വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സോഷ്യൽ കസ്റ്റമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ കസ്റ്റം ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്നത് സാധാരണഗതിയിൽ ഒരു മാരേജിന് ശേഷമാണ്, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമാണ്. പക്ഷെ അത്തരത്തിൽ ഒരു മാരേജിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ, അതായത് ലീഗലായിട്ടോ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടോ സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഒന്നും ഇല്ലാതെ ഒരു മാരേജിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് ജീവിക്കാൻ അനുവാദം കൊടുക്കുന്ന ഒരു കസ്റ്റമാണ് ഈ നദാപ്രദ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കസ്റ്റമിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ പുരുഷനായിട്ടുള്ള ആൾ സ്ത്രീക്ക് പണം കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ ഈ പണം എത്രയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്, ആ പണത്തിനെ പറയാം ബ്രൈഡ് പ്രൈസ് എന്നാണ്. അപ്പോൾ ആ പണം എത്രയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ, അതായത് ഈ സ്ത്രീനെയും പുരുഷനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസിൽ പെടുന്ന കമ്മ്യൂണിറ്റി ലീഡേഴ്സും അല്ലെങ്കിൽ മിഡിൽ മാൻമാരും കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഒരു സ്ത്രീക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ അനുവാദം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി കുറച്ച് മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സോഷ്യൽ റിഫോംസിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ഇൻ പ്രാക്ടീസ് സാധാരണഗതിയിൽ ഈ പ്രദേശങ്ങളിൽ നടക്കുന്നത് സ്ത്രീകളെ പണം കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു അറേഞ്ച്മെന്റ് പോലെയാണ്. അതായത് ഒരു പുരുഷനായിട്ടുള്ള ആൾക്ക് ഒരു സ്ത്രീയെ ഈ പണം എത്രയാണെന്ന് ഫിക്സ് ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സോ അല്ലെങ്കിൽ മിഡിൽ മാൻമാരോ ചേർന്നിട്ടാണ്. ഈ പണം ഇവർ കൊടുക്കുന്നത് ഈ സ്ത്രീക്കല്ല, അത് പലപ്പോഴും കൊടുക്കുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ ഈ സ്ത്രീ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവിനോ ആണ്. അപ്പോൾ പണം വാങ്ങിച്ചുകൊണ്ട് ഒരു സ്ത്രീനെ വിൽക്കുന്നതിന് സിമിലർ ആണ് ഈ നദാപ്രദ എന്ന് പറയുന്ന ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ഇപ്പോൾ വലിയ രീതിയിൽ ഈ സ്ത്രീകളുടെ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു തരത്തിലൊരു വിൽപ്പനച്ചരക്കാക്കി മാറ്റുന്ന രീതിയിലേക്ക് മാറുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒരുപാട് കാലമായിട്ട്, ഒരു 2015 തൊട്ട് തന്നെ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളതും. അപ്പോൾ ഈ ഒരു സോഷ്യൽ കസ്റ്റം എന്ന് പറയുന്നത് ഒരു പുതിയ പ്രാക്ടീസ് അല്ല, പണ്ട് തൊട്ടേ ഉള്ളതാണെന്ന് മനസ്സിലാക്കുക. ഇതെന്താണ് ഈ ഒരു സോഷ്യൽ പ്രാക്ടീസ് എന്ന് മനസ്സിലാക്കുക. ഇത് പ്രവലൻ്റ് ആയിട്ടുള്ളത് ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളായിട്ടുള്ള ഈ 4 സ്റ്റേറ്റുകളിലാണ് ഇത് പ്രധാനമായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ഭിൽ ട്രൈബൽ കമ്മ്യൂണിറ്റി പെടുന്ന ആളുകളാണ്. നമ്മുടെ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ഈ ഭിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ നദാപ്രദ എന്ന് പറയുന്ന പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് H5N2 എന്ന് പറയുന്ന വൈറസിനെ കുറിച്ചാണ്. അതായത് ഇൻഫ്ലുവൻസ ഫാമിലി പെടുന്നൊരു വൈറസാണ്. ഈ ബേർഡ് ഫ്ലൂവിൻ്റെ ഒക്കെ ഒരു വകഭേദമാണ് ഈ H5N2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ H5N2 ആദ്യമായിട്ട് ഹ്യൂമൻസിനെ അഫക്റ്റ് ചെയ്തതായിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഫേറ്റൽ ഹ്യൂമൻ കേസ് ഓഫ് H5N2 ഇപ്പോൾ റീസെൻ്റ്ലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മെക്സിക്കോയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുവിൻ്റെ പേജ് 16 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ H5N2 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഫ്ലുവൻസ വൈറസ് എ അല്ലെങ്കിൽ ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറയും. ആ ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസിൻ്റെ ഒരു വകഭേദമാണ് ഈ H5N2 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ മറ്റുള്ള ഇൻഫ്ലുവൻസ വൈറസിൻ്റെ അല്ലെങ്കിൽ ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസിൻ്റെ മറ്റുള്ള വകഭേദങ്ങൾ പോലെ തന്നെ പ്രധാനമായിട്ടും ഈ ബേർഡ്സിനെയാണ് അല്ലെങ്കിൽ പക്ഷികളെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പോൾട്രി ഫാമുകൾ, അതായത് ചിക്കൻസ്, ഡക്സ്, അതുപോലെ തന്നെ ടർക്കീസ്, പിന്നെ അതുപോലെ തന്നെ ഫാൽക്കൺസ്, ഒട്ടക പക്ഷികൾ, ഇങ്ങനെയുള്ള പക്ഷികളൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു വൈറസിൻ്റെ പേര് H5N2 എന്നുള്ള പേര് വരാനുള്ള കാരണം ഈ വൈറസിനകത്ത്
ഈ വൈറസുകളെ ക്ലാസിഫൈ ചെയ്യുന്നത് ബേസിക്കലി 2 തരം പ്രോട്ടീനുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇവരുടെ സർഫസിൽ ഉണ്ടാകുന്ന 2 തരം പ്രോട്ടീനുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിനകത്ത് H5 എന്ന് പറയുന്നത് ഒരു ഹെമാഗ്ലൂട്ടിനിയം എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. അത് ബേസിക്കലി ഈ വൈറസിനെ സെല്ലുകൾ ഇൻഫെക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ H എന്ന് പറയുന്ന പ്രോട്ടീനാണ്. രണ്ടാമതായിട്ട് ഒരു ന്യൂറാമിനിഡേസ് എന്ന് പറയുന്ന മറ്റൊരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീനാണ് ഈ വൈറസിനെ സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ 2 പ്രോട്ടീൻസിൻ്റെയും കോമ്പോസിഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പേരുകൾ വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റുള്ള ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസുകളുമായിട്ട് അല്ലെങ്കിൽ സ്ട്രെയിൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ H5 വൈറസിൻ്റെ ഹ്യൂമൻ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ H1, H3 വേരിയൻറ്റുകളൊക്കെ വലിയ രീതിയിൽ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടാവാറുണ്ട്, മനുഷ്യനെ വലിയ രീതിയിൽ ബാധിക്കാറുണ്ട്. പക്ഷേ ഈ H5 വേരിയൻറ്റ് അപൂർവമായിട്ട് മാത്രമേ ഹ്യൂമൻസിനെ അഫക്റ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസുകളെ കുറിച്ച് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യനിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ ആളുകൾക്ക് മൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈൽഡ് ടു സിവിയർ ആയിട്ടുള്ള അപ്പർ റെസിപ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ സം ടൈംസ് ഇത് ആളുകളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്യാം. പക്ഷേ ഈ H5N2ൻ്റെ കേസിൽ H5N2 ഇതുവരെ ഒരു ഫേറ്റൽ, അതായത് ആളുടെ മരണത്തിന് കാരണമാക്കിയതായിട്ടുള്ള വാർത്തകളൊന്നും എവിടെയും വന്നിട്ടില്ല. ഇപ്പോൾ ഈ മെക്സിക്കോയിൽ മരണപ്പെട്ട ആളുടെ കേസിലാണെങ്കിലും അയാൾക്ക് ഓൾറെഡി ഒരുപാട് അസുഖങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് ഈ ഒരു വൈറസും കൂടി അയാളുടെ ശരീരത്തിൽ, ഈ വൈറസിൻ്റെ സാന്നിധ്യം കൂടി അയാളുടെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കാരണമാണ് അയാൾ മരിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കേസ്, നിലവിലെ അവസ്ഥയിൽ ഈ H5N2 പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നത് മാത്രമേ പ്രൂവ് ചെയ്യപ്പെട്ടുള്ളൂ അല്ലെങ്കിൽ എവിഡൻസ് ഉള്ളൂ. ഇത് ഹ്യൂമൻ ടു ഹ്യൂമൻ കോണ്ടാക്റ്റിന് അല്ലെങ്കിൽ ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡിന് ഇതുവരെ ഈ H5N2 വൈറസിൻ്റെ കേസിൽ അത് ഈ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നതിനുള്ള തെളിവുകളൊന്നുമില്ല എന്നും മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് UNFCCയെ കുറിച്ചാണ്, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാരണം, ഇപ്പോൾ UNFCCയുടെ 29ാമത്തെ എഡിഷന് ബാക്കൂൽ വെച്ച് നടക്കാനിരിക്കുകയാണ്. അതായത് അസർബൈജാൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബാക്കൂൽ വെച്ച് ഇപ്പോൾ ഈ വർഷം നവംബറൊക്കെ ആകുമ്പോൾ നടക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 16 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ UNFCC അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനൊക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് കൺവെൻഷനാണ് UNFCC എന്ന് പറയുന്നത്. ഇത് 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരു യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഇൻഫോർമലി അറിയപ്പെടുന്നത് റിയോ എർത്ത് സമ്മിറ്റ് എന്നുള്ള പേരിലാണ്. സോ 1992 ഈ റിയോ എർത്ത് സമ്മിറ്റിൻ്റെ സമയത്താണ് UNFCC എന്ന് പറയുന്ന ഈ ഒരു ഫ്രെയിംവർക്ക് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യപ്പെടുന്നത്. അത് ഈ പാർട്ടീസ് റാറ്റിഫൈ ഒക്കെ ചെയ്തതിന് ശേഷം ഇത് നിലവിൽ വരുന്നത് 1994 ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ UNFCCയുടെ പർപ്പസ് എന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റുകൾ നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ബേസിക്കലി ഈ UNFCCക്കകത്ത് പറയുന്നത്. അപ്പോൾ ഈ UNFCCയുടെ ഒരു ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് COP അല്ലെങ്കിൽ ഇതിനകത്തുള്ള കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ ആ COPസിലാണ് ഇവർ പുതിയ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാറുള്ളതും മറ്റുള്ള അഡീഷണൽ ആയിട്ടുള്ള എഗ്രിമെൻറ്റുകളിൽ എത്താറുള്ളതും. അപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഈ COPസിൻ്റെ കീഴിൽ അല്ലെങ്കിൽ COPസിലൂടെ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് UNFCC കോൺഫറൻസുകളിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള അവസാനത്തെ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഈ പാരീസ് എഗ്രിമെൻറ്റ് നടപ്പിലാക്കുക അല്ലെങ്കിൽ അതിൻ്റെ എൻഫോഴ്സ്മെൻ്റ് ആണ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണ് നിലവിൽ UNFCCയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ 2022 വരെയുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ UNFCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർ യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ഉള്ളൊരു എഗ്രിമെൻ്റ് ആണ്. ഏകദേശം 198 പാർട്ടീസ് നിലവിൽ UNFCCയുടെ ഭാഗമാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി, ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ്. ഇത് എല്ലാ വർഷവും മീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം COP28 നടന്നിട്ടുണ്ടായിരുന്നത് ദുബായിൽ വെച്ചിട്ടായിരുന്നു. COP29 ഇപ്പോൾ ഈ വർഷം നടക്കാൻ പോകുന്നത് അസർബൈജാൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബാക്കൂൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഇത് കൂടാതെ ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് കൂടാതെ ഈ ടെക്നിക്കൽ ലെവലിലും റീജിയണൽ ലെവലിലൊക്കെ ഉള്ള മീറ്റിങ്ങുകൾ വർഷത്തിലുടനീളം പല സ്ഥലങ്ങളിലായിട്ട് നടക്കാറുണ്ട്. ഇനി UNFCCയുടെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ഒറിജിനലി ജനീവയിലായിരുന്നു
പക്ഷേ 1996 തൊട്ട് ഇവരുടെ സെക്രട്ടേറിയറ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ജർമ്മനിയിലെ ബോൺ എന്ന് പറയുന്ന സിറ്റിയിലാണ്. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സ്റ്റാർഷിപ്പിനെ കുറിച്ചാണ്, സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്റ്റാർഷിപ്പിന്റെ പുതിയ ടെസ്റ്റ് ഫ്ലൈറ്റ് ഇന്നലെ നടന്നതിനെ കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വേൾഡ് പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ സ്പേസ് എക്സ് എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രൈവറ്റ് സ്പേസ് കമ്പനിയുടെ ഒരു ലോഞ്ച് വെഹിക്കിളാണ് ഈ സ്റ്റാർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർഷിപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതിനൊരു 2 സ്റ്റേജസ് ആണുള്ളത്, 2 കോമ്പോണൻസ് കൂടി ചേരുന്നതാണ് ഈ സ്റ്റാർഷിപ്പ് എന്ന് പറയുന്നത്. ഒന്ന് ഇതിൻ്റെ സൂപ്പർ ഹെവി റോക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹെവി റോക്കറ്റ് ആണ്. രണ്ടാമത്തെ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർഷിപ്പ് സ്പേസ് ക്രാഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് സ്റ്റാർഷിപ്പ് എന്ന്, സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ഫുള്ളി റീയൂസബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്, സ്പേസ് ലോഞ്ച് സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും റീയൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നിലവിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ടെസ്റ്റ് ഫ്ലൈറ്റുകൾ നടക്കുന്നേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ്ലി ഓപ്പറേഷണൽ ആകുമോ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ടെസ്റ്റുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, ഇനീഷ്യൽ സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ റീയൂസബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ലോഞ്ച് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിലുള്ളൂ. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള, നിലവിലുള്ള ലോകത്തിലുള്ള ലോഞ്ച് വെഹിക്കിൾസിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിളാണ് ഈ സ്റ്റാർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഓപ്പറേഷണലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ സ്പേസ് ലോഞ്ചുകളുടെ ചിലവ് വലിയ രീതിയിൽ കുറക്കാൻ പറ്റുമെന്നാണ് സ്പേസ് എക്സ് അവകാശപ്പെടുന്നത്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും റീയൂസബിൾ ആണ്. അതായത് ഭൂമിയിൽ ഇത് റീ എൻട്രി ചെയ്തുകൊണ്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ട് അവർക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പേസ് ലോഞ്ചിൻ്റെ ചിലവ് വലിയ രീതിയിൽ കുറക്കാൻ പറ്റും. അപ്പോൾ ഒരു ലാർജ് നമ്പർ ഓഫ് ആളുകളെയും അതുപോലെ തന്നെ കാർഗോയും ഒക്കെ എർത്ത് ഓർബിറ്റിലേക്കും അതുപോലെ തന്നെ മൂണിലേക്കും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ എത്തിക്കാനുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാർഷിപ്പ് ഇപ്പോൾ സ്പേസ് എക്സ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിൽ ഈ മൂണിൽ ഇപ്പോൾ അമേരിക്കയും ചൈനയും പോലുള്ള രാജ്യങ്ങളൊക്കെ ലബോറട്ടറീസും അല്ലെങ്കിൽ അവിടെ സ്റ്റേഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എലോൺ മസ്കിൻ്റെ അയാൾ പറയുന്ന വൺ ഓഫ് ദി ഡ്രീംസ് ആണ് ഈ ചൊവ്വേനെ കോളനൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ചൊവ്വയിലേക്ക് അത്രയും ദൂരത്തേക്കുള്ള യാത്ര നടത്തണമെങ്കിലും അവിടെ കോളനൈസ് ചെയ്യണമെങ്കിലും അത്രയധികം ഹെവി ലിഫ്റ്റ് കേപ്പബിലിറ്റി ഉള്ള റോക്കറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാർഷിപ്പ് ബിൽഡ് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലവിൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിളാണ് ഈ സ്റ്റാർഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഓർത്തിരിക്കുക, ഇപ്പോൾ നിലവിൽ ഓപ്പറേഷണൽ ആയിട്ടുള്ള റോക്കറ്റുകളുടെ കൂട്ടത്തിലല്ല സ്റ്റാർഷിപ്പിനെ കണക്കാക്കുന്നത്. കാരണം ഇത് ഓപ്പറേഷണൽ അല്ല, ഇതിൻ്റെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ നിലവിൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിളാണ് സ്റ്റാർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ ഈ സ്പേസ് എക്സിൻ്റെ ഒക്കെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവർ ക്ലെയിം ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവർക്ക് ഒരു ഫുള്ളി റീയൂസബിൾ കോൺഫിഗറേഷനിലാണെങ്കിൽ 150 മെട്രിക് ടൺസ് വരെ ക്യാരി ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ സ്റ്റാർഷിപ്പിനുണ്ടെന്നാണ് പറയുന്നത്. അത് എക്സ്പാൻഡബിൾ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ ഒരു 250 മെട്രിക് ടൺസ് വരെ 250 മെട്രിക് ടൺസ് വരെ ക്യാരി ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റാർഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് സുഡാനാണ്. സോ സുഡാൻ എന്ന് പറയുന്നത് ഇപ്പോൾ സുഡാനിൽ 2023 തൊട്ട് അവിടുത്തെ സുഡാനീസ് ഗവൺമെൻറ് ഫോഴ്സസും അതായത് സുഡാൻ്റെ മിലിറ്ററിയും അതുപോലെ തന്നെ ഒരു റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് RSF എന്ന് പറയുന്ന മറ്റൊരു സേനാ വിഭാഗമുണ്ട്. അവരും തമ്മിലൊരു സിവിൽ വാർ നടക്കുന്നുണ്ട് 2023 തൊട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റീസെൻ്റ്ലി സുഡാനിലൊരു കൂട്ടക്കൊല നടന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് സുഡാനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സുഡാൻ എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലായിട്ട് ഈജിപ്തിൻ്റെ ഒക്കെ സൗത്തിലായിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് സുഡാൻ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ അയൽ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ സൗത്തായിട്ട് നമുക്ക് സൗത്ത് സുഡാൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യം കാണാൻ പറ്റും. 2011 വരെ ഈ സൗത്ത് സുഡാനും സുഡാൻ്റെ ഭാഗമായിരുന്നു. 2011 സൗത്ത് സുഡാൻ മറ്റൊരു രാജ്യമായിട്ട് മാറുന്നത്. ഇവരുടെ സൗത്ത് വെസ്റ്റ് റീജിയനിലായിട്ട് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഉണ്ട്. അതുപോലെ തന്നെ വെസ്റ്റേൺ റീജിയനിലായിട്ട് ചാഡ് എന്ന് പറയുന്ന രാജ്യമുണ്ട്. ഈസ്റ്റേൺ സൈഡിലായിട്ട് റെഡ് സീ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗത്ത് സൈഡിൽ സൗത്ത് സുഡാൻ ഉണ്ട്. സൗത്ത് ഈസ്റ്റായിട്ട് എത്യോപ്യ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ നോർത്തിലായിട്ട് ഈജിപ്ത് ഉണ്ട്. നോർത്ത് വെസ്റ്റിലായിട്ട് ലിബിയ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവരുടെ നോർത്ത് വെസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് ഒരു സൗത്ത് ഈസ്റ്റിൻ്റെ എക്സ്റ്റൻഷനൊക്കെ ആയിട്ട് എറിത്രിയ എന്ന് പറയുന്ന മറ്റൊരു രാജ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും രാജ്യങ്ങളുമായിട്ട് സുഡാൻ അതിർത്തി പങ്കിടുന്നുണ്ട്. ഇപ്പം നിലവിൽ ആഫ്രിക്കയിലെ 3rd ലാർജസ്റ്റ് ഇൻ ടേംസ് ഓഫ് ലാൻഡ് ഏരിയ, 3ാമത്തെ ഏറ്റവും വലിയ ഭൂപ്രദേശമുള്ള രാജ്യമാണ് സുഡാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സുഡാൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സുഡാൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഖാർത്തൂം
എന്ന് പറയുന്ന സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഖാർത്തൂമാണ് അവരുടെ ക്യാപിറ്റൽ സിറ്റി. ഈ ഖാർത്തൂം സിറ്റി എന്ന് പറയുന്നത് ബ്ലൂ നെയിലും അതുപോലെ തന്നെ വൈറ്റ് നെയിലും കൂടി ചേർന്ന് നെയിൽ റിവറായിട്ട് മാറുന്നത് ഈ ഖാർത്തൂമിൽ വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.